തിരുവനന്തപുരം മംഗലപുരത്ത് ഗ്യാസ് ടാങ്കർ ലോറി മറിഞ്ഞ സംഭവത്തിൽ 3 ടാങ്കറുകളിലേക്ക് ഗ്യാസ് മാറ്റുന്ന നടപടി തുടങ്ങി. സംഭവവുമായി ബന്ധപ്പെട്ട് ദേശീയപാത പള്ളിപ്പുറം മുതൽ മംഗലപുരം വരെയുള്ള ഗതാഗതം നിരോധിച്ചു. സലിം മാലിക് വിവരങ്ങളുമായി. സലിം, വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടുന്ന ഒരു പ്രവൃത്തിയാണ്, അതിപ്പോൾ ഇവിടെ വരെ എത്തി. അനുജ, വളരെ ശ്രമകരമായ ഒരു ദൗത്യം. അത് കേരള ഫയർഫോഴ്സിന്റെയും കേരള പോലീസിന്റെയും KSEBിയുടെയും ഒക്കെ സഹകരണത്തോടു കൂടി നടക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്ക് അതിന്റെ ആ സംഭവ സ്ഥലത്ത് നിന്ന് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങൾ ഇപ്പോൾ നൽകാൻ കഴിയുന്നത്. ഇപ്പോൾ 2 ടാങ്കറുകളിലേക്ക് ഈ ഗ്യാസ് മാറ്റിയിട്ടുണ്ട്, ഈ പാചകവാതകം മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു ടാങ്കറിലേക്ക് കൂടി മാറ്റണം. അതിനുള്ള സമയമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ഇതിനടുത്തേക്ക് വരാൻ കഴിഞ്ഞത്. അതുവരെ ഇവിടെ ഇപ്പോൾ വാഹനങ്ങളൊക്കെ വിട്ടു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇനി ഒരു ക്രെയിൻ വന്നതിന് ശേഷം ഇപ്പോൾ ഈ നിലയിൽ തന്നെ, ഇപ്പോൾ ഈ ടാങ്കർ കിടക്കുന്ന അതേ നിലയിൽ തന്നെ 2 ടാങ്കറുകളിലേക്ക് പാചകവാതകം മാറ്റിയിട്ടുണ്ട്. അതിനുശേഷമുള്ള ഇനിയുള്ള പരിപാടി അടുത്തത് അത് ക്രെയിൻ ഉപയോഗിച്ച് ഈ വാഹനം നിവർത്തിയതിനു ശേഷം മാത്രമേ നടക്കൂ. അതിനുള്ള ഒരു കാലതാമസമാണ് ഇപ്പോൾ എടുക്കുന്നത്. 1 മണിക്കൂർ അതിനുള്ളൊരു സാവകാശം നൽകിയിരിക്കുകയാണ്. ആ സമയത്താണ് ഈ ഗതാഗതം ഇപ്പോൾ പുനഃസ്ഥാപിച്ചിരിക്കുന്നത്, താൽക്കാലികമായി പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ വീണ്ടും നേരത്തേതുപോലെ തന്നെ ഗതാഗതം തടസ്സപ്പെടുത്തി ക്രെയിൻ എത്തിയതിനു ശേഷം, ഇത് ഉയർത്തിയതിനു ശേഷം മൂന്നാമത്തേതും നടത്തും. അത് വലിയ ശ്രദ്ധയോടുകൂടി നടത്തേണ്ട ഒരു പ്രക്രിയയാണ്. അതിനുള്ള ടാങ്കറുകൾ ഉൾപ്പെടെ ഇവിടെ എല്ലാം സജ്ജമായി തന്നെയാണ് നിൽക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളായി ഇവിടെ ഈ പ്രദേശത്തെ 1 കിലോമീറ്റർ ചുറ്റളവിലെ വൈദ്യുതി ഓഫ് ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല ഇവിടുത്തെ ഒരു വീടുകളിലും ഒരു ചെറിയ തീപ്പെട്ടി പോലും കത്തിക്കരുതെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ സസൂക്ഷ്മം വലിയ ശ്രദ്ധയോടുകൂടിയുള്ള ഒരു വലിയ ദൗത്യം ഇവിടെ പുരോഗമിക്കുകയാണ്. രാത്രി 8 മണിയോടുകൂടി പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ളതാണ്, ഈ ഷിഫ്റ്റിംഗ് പൂർണ്ണമായും പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം വീണ്ടും ഇവിടുത്തെ ഈ നിലവിൽ ഇപ്പോൾ ഇൻവെർട്ടർ ഉൾപ്പെടെയുള്ള ഒരു സംവിധാനങ്ങളും പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല. ആ നിർദ്ദേശമാണ് ഇവിടുത്തെ വീട്ടുകാർക്കും ഹോട്ടലുകളിലും ഉൾപ്പെടെ നൽകിയിരിക്കുന്നത്. അതിനുശേഷം ഇവിടുത്തെ ജനജീവിതം സാധാരണ നിലയിലാവും. അതിനൊപ്പം ഇവിടുത്തെ നാട്ടുകാർ ഉൾപ്പെടെ പൂർണ്ണമായും സഹകരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മളിതൊക്കെ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ളതാണ്. ഇങ്ങനെ ഒരു ഗ്യാസ് ടാങ്കർ മറിഞ്ഞതിന് ശേഷം അതിന്റെ ഗ്യാസിന്റെ ഷിഫ്റ്റിംഗ്, ഫയർമാൻ, മമ്മൂട്ടിയുടെ ഫയർമാൻ എന്ന സിനിമയിലൊക്കെയാണ് നമ്മൾ അത് കണ്ടത്. അതേ ഒരു പ്രക്രിയ ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ മണിക്കൂറുകളായി 3 മണിക്കും 2:30ക്കും 3 മണിക്കും ഇടയ്ക്കാണ് ഇതിന്റെ പ്രക്രിയ ആരംഭിച്ചത്. അത് 2 ടാങ്കറുകളിൽ വളരെ വേഗത്തിൽ തന്നെ, അപ്പോൾ ആ സമയത്തുള്ള കൂടിയ പ്രഷറിൽ നിന്ന സമയത്ത് 2 ടാങ്കറുകളിലേക്ക് വിജയകരമായി തന്നെ അത് ഷിഫ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. ആ ഒരു ചാരിതാർത്ഥ്യം ഇവർക്കുണ്ട്. അതിനുശേഷമാണ് ആ മെഷീൻ ഉൾപ്പെടെ ചൂട് കുറയാനായി ഓഫ് ചെയ്തിടുകയും അടുത്ത ക്രെയിൻ ഇവിടേക്ക് എത്തിക്കാനുള്ള ഒരു സാവകാശമാണ് ഇപ്പോൾ ഉള്ളത്. അല്പസമയത്തിനകം തന്നെ ക്രെയിൻ ഇവിടേക്ക് എത്തും. ക്രെയിൻ എത്തിയതിനു ശേഷം മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ ക്രെയിൻ, ഈ ചെറിയ ഇടുങ്ങിയ ഒരു വഴിയാണ്, അവിടേക്ക് ക്രെയിൻ എത്തുമോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു നേരത്തെ പരിശോധന നടത്തിയിരുന്നത്. അവിടെ അളവ് ഉൾപ്പെടെ ശേഖരിച്ച് ക്രെയിൻ ഇവിടെ എത്തും എന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം അല്പസമയത്തിനകം തന്നെ ക്രെയിൻ ഇവിടേക്ക് എത്തും. അതിനുശേഷം അതിന്റെ 3ാം ഘട്ടം, ഏറ്റവും ഒടുവിലേക്ക് 3ാം ഘട്ടത്തിലേക്ക് കടക്കും. അതിനുശേഷം ഉയർത്തിയതിനു ശേഷം 4ാം ഘട്ടം, അതായത് അതിന്റെ ഏറ്റവും അവസാനത്തെ ഘട്ടം, അവസാനത്തെ ടാങ്കറിലേക്ക് ഈ പാചകവാതകം മാറ്റുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു ദൗത്യം. കാരണം ആദ്യ 2 ഘട്ടം ഇതേ നിലയിൽ തന്നെ, ഇങ്ങനെ കിടക്കുന്ന അതേ നിലയിൽ തന്നെ ടാങ്കറിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ 3ാം ഘട്ടമാകുമ്പോൾ അത് നേരെ നിവർത്തിയതിനു ശേഷം മറ്റെന്തെങ്കിലും ലീക്കേജ് ആ സമയത്ത് ഉണ്ടാകുമോ എന്നതുൾപ്പെടെയുള്ള വലിയ ആശങ്കകൾ ഫയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷെ അതെല്ലാം മറികടന്നുകൊണ്ടാണ് നിലവിൽ ഈ പ്രക്രിയ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്നത്. നമുക്കിപ്പോൾ കാണാൻ കഴിയും ഈ ആ റോഡിൽ നിന്നാണ് ഇന്ന് പുലർച്ചെ 3 മണിക്ക് 4 മണിക്കും ഇടയ്ക്ക് ഈ വാഹനം വരുന്നത്. വാഹനം വന്നതിന് ശേഷം കനത്ത മഴയായിരുന്നു തിരുവനന്തപുരം നഗരത്തിൽ ഇന്നലെ ഉച്ച മുതൽ രാത്രി വരെയും ഉണ്ടായിരുന്നു. ആ റോഡിൽ നിന്നും വഴി തെറ്റിയാണ് ഈ ടാങ്കർ ഡ്രൈവർ ഈ റോഡിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇവിടെ മുഴുവൻ വെള്ളക്കെട്ടായിരുന്നു. അവിടെ നിന്ന് ഈ പ്രദേശത്ത് എത്തിയപ്പോൾ ടാങ്കർ മറിയുകയായിരുന്നു ചെയ്തിരുന്നത്. അതിനുശേഷവും പോലീസിൽ വിവരം അറിയിച്ചിരുന്നില്ല. വാതകച്ചോർച്ച ഇല്ലാത്തതിനാൽ പോലീസിൽ വിവരം അറിയിച്ചില്ല എന്നാണ് അതിന്റെ ഡ്രൈവർ പറയുന്നത്. നമുക്ക് ആ ഡ്രൈവറെയും ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ആ വാഹനത്തിന്റെ ഡ്രൈവറാണ് നമ്മുടെ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്നത്. അദ്ദേഹം അതിനുശേഷം പിന്നീട് ഈ തൊട്ടടുത്ത് തന്നെയാണ് മംഗലപുരം പോലീസ് സ്റ്റേഷൻ. മംഗലപുരം പോലീസ് സ്റ്റേഷനിലേക്ക് പിന്നീട് 7:30 പോലീസ് എത്തുന്നത്. പോലീസ് എത്തിയതിനു ശേഷം പിന്നീട് ഈ വാതക ചോർച്ച ഇല്ലെന്ന് ഉറപ്പുവരുത്തി. അതിനുശേഷം ആ സമയം മുതൽ ഏറെക്കുറെ 2 മണി വരെ ഫയർഫോഴ്സും പോലീസുമായുള്ള ഒരു സംയുക്ത പരിശ്രമം, ഇവിടുത്തെ മറ്റു നാട്ടുകാരുടെയൊക്കെ പരിശ്രമത്തിലൂടെ ലീക്കില്ല എന്ന് ഉറപ്പുവരുത്തി ഈ ഗ്യാസ് ഷിഫ്റ്റിംഗിന്റെ മുഴുവൻ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച്, ആ പൂർത്തീകരിച്ച നടപടിക്രമങ്ങളൊക്കെയും വിജയമാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഷിഫ്റ്റിംഗ് ആരംഭിച്ചത്. ശരി, തിരുവനന്തപുരം മംഗലപുരത്ത് നിന്നുള്ള കാഴ്ചകൾ, തത്സമയ വിവരങ്ങൾ, അതിന്റെ ദൃശ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഗ്യാസ് ടാങ്കർ ലോറിയാണ് മറിഞ്ഞത്. ഇപ്പോൾ 3 ടാങ്കറുകളിലേക്ക് ഗ്യാസ് മാറ്റുന്ന നടപടി കഴിഞ്ഞ ഏതാനും മണിക്കൂറായി അത് തുടരുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു
കൃത്യമാണ് ഇപ്പോൾ അത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഫയർഫോഴ്സ് സംഘം ഉൾപ്പെടെ അവിടെ എത്തിയിട്ടുണ്ട്. നിർദ്ദേശങ്ങൾ പ്രദേശവാസികൾക്ക് നൽകിയിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങളെല്ലാം പാലിക്കുക തന്നെ വേണം. 8 മണിയോടെ ഈ പ്രക്രിയ പൂർത്തിയാകും എന്നുള്ളതാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഒപ്പം ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. അത് ദേശീയപാത പള്ളിപ്പുറം മുതൽ മംഗലപുരം വരെയുള്ള ഭാഗത്താണ് ഗതാഗത നിരോധനമുള്ളത്. 8 മണിയോടെ ഇത് പൂർണ്ണമായി അവസാനിക്കും എന്നുള്ള തരത്തിലേക്കാണ് അധികൃതരുടെ ശുഭപ്രതീക്ഷ.